സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ 12ാം ദശകത്തിൽ ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് വെള്ളത്തിലേക്ക് അവാതര താഴ്ന്നു എന്നാണ് പറഞ്ഞത്. തോയാശയം വിപുലമൂർത്തി അവാതരസ്ത്വം ത്വം വിപുലമൂർത്തിയും തോയാശയം അവാതര ത്വം എന്നാണ് കർത്താവ് അങ്ങ്. നീ എന്തെല്ലാം ചെയ്തു എന്നുള്ള പ്രവൃത്തികളെ അടുത്ത ശ്ലോകം ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലതി അവാമുഖഘോരകോണ തൂർണപ്രതിർണജലത പരിഘൂർണദക്ഷ്ണ സ്തോതൃൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂത രോമ, മുകളിലേക്ക് എടുത്തതായിട്ടുള്ള രോമങ്ങൾ, എഴുന്നേറ്റ് നിൽക്കുന്ന ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോട് കൂടിയവനും. ഊർധ്വപ്രസാരി, മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രോമം, ഒട്ടിയ രോമല്ല എന്നർത്ഥം. രണ്ട് തരത്തിലാണല്ലോ രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രോമം എടുത്ത് നിൽക്കുക, ഒട്ടി നിൽക്കുക, വെള്ളത്തിലൊക്കെ ആയ ഒട്ടി നിൽക്കുക. ഇവിടെ ഊർധ്വപ്രസാരി, മുകളിലേക്ക് എടുത്ത് നിൽക്കുന്നതായ വിധത്തിലുള്ള രോമങ്ങളോട് കൂടിയവനും. പിന്നെ പ്രോക്ഷിപ്ത വാലതി, ഉയർത്തിപ്പിടിച്ച വാലോട് കൂടിയവനും. പ്രോക്ഷിപ്തം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന, വാലതി വാലോട് കൂടിയവനും. അവാമുഖ ഘോരകോണ, താഴ്ത്തിയ ഭയങ്കരത്തോട് കൂടിയ നാസികയോട് കൂടിയവനും. പന്നി, ശ്വാവ്, പല ജീവികൾക്ക് മൂക്കിലാണ് എല്ലാം അറിയുക. പശു ഒക്കെ മണത്തിട്ടാണ് അവർ പലതും അറിയണത്. ശേഷബുദ്ധി കൊണ്ടോ കാഴ്ചയിലോ അവർക്ക് അറിയാൻ പറ്റില്ല, ഒക്കെ മണക്കും ഇല്ലേ. അത് മണത്തതിന് ശേഷം അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ അവാമുഖ ഘോരകോണ, ഘ്രാണശക്തി പല ജീവികൾക്കും വളരെ അധികമാണ്. ഏറ്റവും കൂടുതൽ ശ്വാവിനുള്ളതെന്നാണ് പറയുക. ആനയ്ക്കും ഉണ്ട് നല്ലോണം. അപ്പോൾ ഇവിടെ ഘോരകോണ, ഘോരമായിരിക്കുന്ന നാസിക, അനായാസേന, അതുപോലെ തന്നെ കഷ്ണമാക്കിയ മേഘങ്ങളോട് കൂടിയവനും. തൂർണപ്രതീർണ ജലത, ജലത എന്ന് പറഞ്ഞാൽ മേഘം, വെള്ളത്തെ പ്രദാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ വന്നത്. മേഘം, മേഘമാണല്ലോ വെള്ളം ഉണ്ടാക്കണത്, മഴ ഉണ്ടാക്കണത്. ഇപ്പം ജലത മേഘം. തൂർണപ്രതീർണ എന്ന് പറഞ്ഞാൽ കീറിയതും ഛിന്നഭിന്നമാക്കപ്പെട്ടതും എന്നർത്ഥം. വരാഹമൂർത്തിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിൽക്കണതൊന്നുമല്ല, ആകാശത്തേക്ക് ഉയർന്നിരിക്കണു. അപ്പോൾ അവിടെയുള്ള മേഘങ്ങളെ അത് ബാധിക്കും. കാറ്റടിച്ച മേഘങ്ങൾ മാറുന്നുണ്ട്. ഭഗവാൻ കാറ്റിനേക്കാളും ശക്തിയുള്ള ആളല്ലേ. അപ്പോൾ മേഘങ്ങൾ ഛിന്നഭിന്നമായി, കട്ട പിടിച്ച മേഘങ്ങളൊക്കെ അതാ ഛിന്നഭിന്നമാകുന്നു. തൂർണപ്രതീർണ ജലത, പൂർണ്ണം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഛിന്നഭിന്നമായിരിക്കുന്ന മേഘങ്ങളോട്, ആക്കപ്പെട്ട മേഘങ്ങളോട് കൂടിയവനും. പരിപൂർണദക്ഷ്ണ, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള നേത്രത്താൽ മഹർഷിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ടും. പരിപൂർണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വട്ടത്തിൽ കറങ്ങുക എന്നാണ്. തട്ടം കറങ്ങുന്ന കണ്ണുകളോട് കൂടിയവനായിട്ടും. എന്തോ തിരയാണ്, അതാണ്. അപ്പോഴാണ് കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുക. ഭൂമിയാണല്ലോ തിരയണം. ഇവിടെ ഇരണ്യാക്ഷൻ താഴ്ത്തി വെച്ചതായിട്ടുള്ള ഭൂമിയെ തിരയുന്നത് കൊണ്ടാവാം പരിപൂർണ ദക്ഷിണ, ചുറ്റിത്തിരിയുന്ന കണ്ണുകളോട് കൂടിയവനും ആയിത്തീർന്ന്. അപ്പം അങ്ങനെ
സ്തുതി ചെയ്യപ്പെട്ട മുനിമാരോട് കൂടിയവൻ, അല്ലെങ്കിൽ മുനിമാരുടെ സ്തുതിയോട് കൂടിയവൻ എന്ന് പറയുന്നതാണ് സ്തോത്രിൻ മുനീൻ. മഹർഷിമാർ രണ്ട് കൈയും തലയിൽ വെച്ച് ഈ അവതാരത്തെ കണ്ട് സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്തോത്രിൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം. സ്തുതി ചെയ്യുന്ന മുനികളെ ആനന്ദിപ്പിച്ചുകൊണ്ട്, ശിശിരയൻ ആനന്ദിപ്പിക്കുക ഇവിടെ അർത്ഥം, ആനന്ദിപ്പിച്ചുകൊണ്ട് അവതേരിത, നേരത്തെ അവാതര എന്ന് പറഞ്ഞു, അവാതര, ഇവിടെയോ അവതേരിത, രണ്ടും ഒരർത്ഥം തന്നെ. ഇവിടെ കൂടെ ഒക്കെ തിരിച്ച് വാക്കുകൾ വരും സംസ്കൃതത്തിൽ. അവാതര ത്വം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇവിടെ അവതേരിത ത്വം. തുതിച്ചുകൊണ്ട് ഇരിക്കുന്നതായിരിക്കുന്ന മഹർഷിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ട്, ഭഗവത് അവതാരമാണ് എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. ഹിരണ്യാക്ഷൻ എന്ന വലിയ വിപത്ത് ഇപ്പോൾ ഇല്ലാണ്ടായിത്തീരും എന്ന് ആശ്വസിച്ചു അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവതേരിതത്വം, ഭഗവാനെ അങ്ങ് വെള്ളത്തിലേക്ക് കീഴ്പോട്ട് ചാടി തന്നെയാണ് നേരത്തെയും പറഞ്ഞു വെച്ചത്. ഇവിടെയും അതേപോലെ തന്നെ അവാതര, കുതിച്ച് വെള്ളത്തിലേക്ക് ചാടി. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂത രോമ, മുകളിലേക്ക് പൊന്തി നിൽക്കുന്നതായ രോമങ്ങളോട് കൂടിയവനും. പ്രോക്ഷിപ്തവാലധി, മുകളിലേക്ക് പൊന്തിയ വാലോട് കൂടിയവനും. അവാമുഖ, കീഴ്പ്പെട്ട് മുഖത്തെ പിടിച്ച് മൂക്ക് കൊണ്ട് ക്രാണിക്കുന്നവനായിട്ടും. അവാമുഖ കോര കോണ. പിന്നെ അടുത്തത് എന്താണ്? മേഘങ്ങളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട്. തൂർണപ്രതീർണ ജലത പരികൂർണ ദക്ഷിണ, വട്ടം കറങ്ങുന്ന കണ്ണുകളോടുകൂടി തെരഞ്ഞുകൊണ്ട്, ഭൂമിയെ തെരഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടാണ് വട്ടം കറങ്ങിയത്. പരികൂർണ ദക്ഷിണ. അങ്ങനെ മഹർഷിമാർ സ്തുതിക്കപ്പെട്ടിരിക്കെ തോദ്രിൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം, ശിശിരയൻ സന്തോഷിപ്പിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. നേരത്തെ ഇറങ്ങി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങി പോയി. കുളത്തിലേക്കൊക്കെ നമ്മൾ ഇറങ്ങണ പോലെയുള്ളൂ. പ്രളയജലത്തിൽ ഭഗവാൻ ഈ വെള്ളത്തിൽ ഇവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം ഉണ്ടായി, കുറച്ചൊന്നുമല്ല. പക്ഷെ അതൊക്കെ സാധാരണ അനായാസേന ഇറങ്ങി അങ്ങനെ പോയി എന്നർത്ഥം. ഒന്നിറങ്ങി വീണ്ടും ഇറങ്ങി ഉള്ളിലേക്ക് പോയി. ഇനി അടുത്ത് എന്തുണ്ടായി എന്ന് പറയണം. അന്തർജലം തദനു സങ്കുല നക്രചക്രം പ്രാമ്യത്തിമിംഗലകുലം കലിഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അവഗേഷയർത്തും. ഗുരുവായൂരപ്പ അങ്ങയുടെ തന്നെ പത്നിയായ വസുമതി ഭൂമി, വസുമതി, ധര, മഹി ഒക്കെ ഭൂമിയുടെ പര്യായങ്ങൾ. ഒരുപാട് പര്യായമുള്ളൊരു വാക്കായി ഭൂമി. ധര, മഹി ഒക്കെ ഭൂമിയുടെ പര്യായം. പൃഥ്വി ഒക്കെ പറയും. ഇവിടെ വസുമതി, വസുമതി റൈസ് ഉണ്ട് അല്ലേ, വസുമതി ഭൂമിയുടെ പേരാണ്. വസുമതി ഭൂമിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാവാം അങ്ങനെ പേരിട്ടത്. അപ്പം അങ്ങ് എന്ത് ചെയ്തു? വസുമതിയെ അന്വേഷിച്ചു. വസുമതിയും അവഗേഷയസ്ത്വം, ത്വം വസുമതിയും അവഗേഷയൻ, അന്വേഷിച്ചു. എവിടെ? വെള്ളത്തിൽ. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ത്വം തദനു സങ്കുല നക്ര ചക്രം, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന മുതലകൾ. പ്രളയജലത്തിലതൊക്കെ, സമുദ്രത്തിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെ പ്രളയജലത്തിലുണ്ടാവും. സമുദ്രം തന്നെയാണ് ഈ വർദ്ധിച്ച് പ്രളയമായിട്ട് മാറുന്നത്. മുതലകൾ ക്ഷാമല്യാണ്ടുണ്ടാവുന്നതാണ്. നക്രചക്രം, നക്രങ്ങളുടെ കൂട്ടം. ചക്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടം എന്നാണ് അർത്ഥം. മുതലകളുടെ കൂട്ടം. സങ്കുല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടുക, പായുക. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അവരങ്ങനെയല്ല, ഒരു പുറത്ത് നിൽക്കില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന മുതലക്കൂട്ടത്തോടു കൂടി. വെള്ളത്തിൻ്റെ വിശേഷണങ്ങൾ വരാണ്. മുതലകളുള്ളതും. പിന്നെയോ പ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം, തിമിംഗലങ്ങളുണ്ട്. പ്രളയജലാവ സമുദ്രാവരും തിമിംഗിലം. സംസ്കൃതത്തിൽ തിമിംഗലം എന്നല്ല പറയുക, തിമിംഗിലം എന്നാണ് പറയുക. ഒരു വള്ളിയും കൂടി ഉണ്ട്. മലയാളത്തിൽ നമ്മൾ തിമിംഗലം എന്ന് പറയും അല്ലേ. ചിലർ തിമംഗലം എന്നും പറയുമെന്ന് വെച്ചില്ല.
സംസ്കൃതത്തിൽ എന്താ 2 വള്ളിയുണ്ട്. തിമിംഗിലം, തീ നടക്കം കൂട്ടിയിട്ട് 3 വള്ളി വേണം. തിമിംഗി, തിമിംഗലല്ല തിമിംഗിലാണ് സംസ്കൃത വാക്ക്. ഭ്രാമ്യ തിമിംഗില കുലം, വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് തിമിംഗലത്തോടു കൂടിയതും. തിമിംഗിലം എന്ന് പറഞ്ഞാൽ വളരെ വലിയ കടലിലത്തെ ഏറ്റവും വലിയ ജീവിയാണ് അല്ലേ തിമിംഗിലം. ആനയേക്കാളും വലിപ്പമുണ്ടാവും. പശ്ചിമ ബംഗാളിലൊക്കെ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം കാണാൻ കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതം. ഒരു ട്രെയിനിനെ പോലെയൊക്കെ തോന്നുന്നെടുക്കുക. അത്ര ഉണ്ടാവില്ല വെച്ചാലും വലിയ ബോയിങ് വിമാനം പോലെയൊക്കെ കാണാം തിമിംഗിലം. ചെറുതുണ്ട് വലുതുണ്ട്. ഈ ജലജീവികൾക്ക് പൊതുവേയും പറയത്രേ തിമിജാലം എന്നൊക്കെ. തിമിംഗലം എന്ന് പറയില്ലെങ്കിലും തിമി എന്ന പദം ജലജീവികൾക്ക് പൊതുവേ പറയുന്നതാണ്. ഇവിടെ തിമിംഗലകുലം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മ്യ തിമിംഗലകുലം കലുഷോർമിമാലം. കലുഷോർമിമാലം ഇളകി മറയുന്ന തിരമാലകളോട് കൂടിയ വെള്ളമാണ്. അതൊക്കെ വെള്ളത്തിൻ്റെ വിശേഷണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്ന മുതലകളോട് കൂടിയതും വട്ടത്തിൽ കറങ്ങുന്ന തിമിംഗലങ്ങളോട് കൂടിയതും തിരമാലകളോട് കൂടിയതും വേറെ വിശേഷണം. തിരമാലകളോട് ആയ ജലമധ്യത്തിലേക്ക് അന്തർജലം ആവിശ്യ ആ ജലത്തിലേക്ക് ഭഗവാനെ അങ്ങ് പ്രവേശിച്ചു. ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ. ഒന്നും കൂടി കൊണ്ട് കൊടുത്തു വിശേഷണം. വല്ലാത്ത ശബ്ദത്തെ ഉണ്ടാക്കിയിട്ട് പാതാളവാസികളെ ഭയപ്പെടുത്തി. ആകമ്പയൻ വിറപ്പിക്കുക. ഭയം വരുമ്പോഴാണല്ലോ വിറയ്ക്കുക. പാതാളം എന്ന് പറഞ്ഞാൽ താഴത്തുള്ള ജോലമാണ്. പ്രളയജലത്തിലേക്ക് താഴെയാണ് പോയത് ഭഗവാൻ. താഴത്തേക്ക് പോകുമ്പോൾ അവിടെ പേടിക്കുന്നത് ആരാവും? അവിടെ വസിക്കുന്നവർ. അതാണ് ആര്? പാതാളവാസികൾ. പാതാളവാസികളെ ഭയപ്പെടുത്തി വിറപ്പിച്ചുകൊണ്ടും ദംഷ്ട്രാങ്കുരേണ 2 വലിയ തീക്ഷ്ണമായിട്ടുള്ള എന്തിനേയും പിളരാൻ അല്ലേ, വന്നി പിളർന്നാൽ കഴിഞ്ഞു കഥ മനുഷ്യൻ്റെ. 2 കാലിൻ്റെ ഇടയിൽ കൂടെ തേറ്റ കടത്തിയിട്ട് ഒരൊറ്റ പിളറിൽ കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു, അവിടേക്ക് എത്താമെന്നർത്ഥം. അത്ര തീക്ഷണമായിട്ടുള്ള ദംഷ്ട്രാങ്കുരേണ, കുർത്തുമൂർത്തതായിട്ടുള്ള ദംഷ്ട്രകളെ കൊണ്ട് ആ ദംഷ്ട്രകളും വെച്ച് എന്ത് ചെയ്തു? വസുമത അവഗേഷയന്തും, വസുമതിയെ അന്വേഷിച്ചു. ആകമ്പയൻ വസുമതിയും അവഗേഷയന്തും. അന്തർജലം തദനു തങ്കുല നക്രചക്രം. ഇവിടെ ചിരിക്കുകയാണെന്ന് വെച്ചാൽ ത്വം അന്തർജലം വസുമതിയും അവഗേഷയൻ. അന്തർജലത്തിൽ വസുമതിയെ അന്വേഷിച്ചു. പിന്നെ വിശേഷണമാണ് സങ്കുല നക്രചക്രം. അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ മുതലക്കൂട്ടങ്ങളോട് കൂടിയതും. ബ്രാഹ്മ്യ തിമിംഗിലകുലം, അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടത്തിൽ കറങ്ങുന്ന തിമിംഗല കൂട്ടത്തോടു കൂടിയതും. കലുഷോർമിമാലം, തിരമാലകളുടെ ധാരാളമുള്ള സാന്നിധ്യത്തോടു കൂടിയതും ആയ ഭീഷണരവേണ, പകർത്തതായിട്ടുള്ള വെള്ളത്തിലേക്ക് പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടി രസാതല നിവാസികളെ ഭയപ്പെടുത്തിക്കൊണ്ട്. ആകമ്പയൻ, സാതലം എന്ന് പറഞ്ഞാൽ ശരിക്കും പാതാളമല്ല, അധോലോകം എന്നേ പറയാൻ പറ്റൂ. പലതരത്തിലുള്ള ലോകങ്ങളുണ്ട്, അതിലത്തെ ഒന്നാണ് രസാതലം. രസാതലാണ് ഇവിടെ. രസാതലം, പാതാളം, അതല, സുതല, വിതല, മഹാതല, രസാതല, ഇതൊക്കെ 7 അധോലോകങ്ങളാണ് ഇവിടെ. അതല രസാതലം എന്ന് പറഞ്ഞു. പാതാളവും ആവാം, താഴത്തുള്ള ലോകവാസികളെ നർത്തം. രസാതല താൻ ആകമ്പയൻ, ഈ ശബ്ദം കൊണ്ട് അവരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് വസുമതിയും അവഗേഷയ, ഭൂമിയെ ഭഗവാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂതരോമ പ്രോക്ഷിത്തവാലതിരവാം മുഖഘോരഘോണ. മുകളിലേക്ക് പൊന്തി നിൽക്കുന്നതായ രോമം, വാല് എന്നീ അവയവങ്ങളോട് കൂടി മൂക്കിനെ കൊണ്ട് ഘ്രാണിച്ചുകൊണ്ട് ഘോരകോണ,
ആ മൂക്കിനെ കൊണ്ട് ക്രാണം പിടിച്ചുകൊണ്ട് തൂർണപ്രതിർണ ജലത മേഘങ്ങളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് അത്ര വലിപ്പത്തിലാണ്. പരികൂർണ ദക്ഷിണ വട്ടം ചിരിക്കുന്ന കണ്ണുകൾ തിരയാണ് ഭൂമിയെ. സ്തോത്രന്മുനീൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാരെ ശിശിരയൻ തണുപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചുകൊണ്ട്. വാക്കിൻ്റെ അർത്ഥം തണുപ്പിക്കുക എന്നാണ്. ശിശിരം തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ സന്തോഷിപ്പിച്ചുകൊണ്ട്, വാക്കിൻ്റെ പ്രകൃതാർത്ഥം സന്തോഷിപ്പിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അന്തർജലന്തതന് സങ്കുല നക്രചക്രം ഭ്രാമ്യത്തിമിങ്കിലകുലം കലുഷോർമിമാലം. നക്രോൺ ചക്രം, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുതലകളുടെ കൂട്ടം, അതുപോലെ തന്നെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ, ധാരാളം തിരമാലകളുണ്ട്. തിമിംഗിലകുലം, തിമിംഗിലങ്ങളുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ ഇടയ്ക്ക് ആവശ്യ ഭീഷണരവേണ രസാതലത്താൻ പ്രവേശിച്ചിട്ട്, രസാതലം അധോലോകം, അധോലോകവാസികളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ട് വിറപ്പിച്ചുകൊണ്ട്, ആകമ്പയൻ കമ്പനം ചെയ്യുക, വിറപ്പിക്കുക. വസുമതീമവകേഷയത്വം, ഭൂമിയെ അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അന്വേഷിച്ചില്ലേ നോക്കിയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.